ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു ബിരിയാണി മസാല പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല പൗഡറാണിത്. നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ എപ്പോഴും മസാല പൗഡർ മസ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിലേ നല്ല ഫ്ലേവറോട് കൂടിയുള്ള ബിരിയാണി നമുക്ക് കിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/2 ടീസ്പൂണോളം ഷാജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 ബേലീഫ്, 1 തക്കോലം, 1 ജാതിപത്രി, 2 പീസ് കറുവാപ്പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1/4 ടീസ്പൂണോളം മല്ലി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് 1/4 ടീസ്പൂണോളം ജാതിക്കയുടെ കുരു എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു അളവിൽ തന്നെ എടുത്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല പൗഡർ കിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാല പൗഡർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം തയ്യാറാക്കുക. നമുക്ക് ആവശ്യത്തിന് മാത്രം, ഒരുപാട് തയ്യാറാക്കി സൂക്ഷിച്ച് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകും. ഇതിപ്പോൾ ഞാൻ ഈ തയ്യാറാക്കുന്ന മസാല പൗഡർ കൊണ്ട് നമുക്ക് 1 കിലോ ബിരിയാണിക്ക് വരെ എടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് 2 ഇരട്ടിയായിട്ട് എടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ ഒരു ബൗളിലോട്ട് ഇട്ട് വെക്കാവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മസാല പൗഡർ എപ്പോഴും ഒരു ചില്ലിൻ്റെ കുപ്പിയിലാക്കി വേണം വെക്കാനായിട്ട്. എങ്കിലേ അത് കുറച്ച് നാൾ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിവിടെ തണുത്തപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.